നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താ വരാൻ പോകുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ആക്ച്വലി ടാരോ ഒന്ന് തുടങ്ങാം അല്ലേ. ഓക്കെ, ലെറ്റ്സ് സീ. ജസ്റ്റ് ഫീലിങ്സ് മാത്രമായിട്ട് എടുക്കുന്നുള്ളൂ, നിങ്ങൾക്ക് കാര്യമായിട്ട്. Okay, let's see. Now, the person's current feelings. Princess of Pentacles. Okay. Two of Swords. Hangman. Princess of Swords. Eight of Cups. Seven of Swords. Okay. Death. Temperance. Okay, ഒരു വളരെ Ace of Pentacles, Wheel of Fortune. Okay, great. Moon card, Four of Swords, Queen of Swords. Okay. അവര് ഒരു റിഗ്രറ്റിലിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ. ഓക്കെ, അവരൊരു റിഗ്രറ്റിലാണ് ഇപ്പോഴത്തെ ഫീലിങ്സിൽ. ഇത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ റീഡിങ്സ് എല്ലാം ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ കഥയുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന പോലെ ആയിരിക്കും. കാരണം നിങ്ങൾ കുറച്ച് പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഒരു കണക്ഷൻ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവും. ഓക്കെ, അതെപ്പോഴും നിങ്ങൾ കാണുക അല്ലെങ്കിൽ എപ്പോഴും അതിനെ ലൈക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി കൂടുതൽ ഇതിലേക്ക് റെസനേറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് ഇതൊരു സ്റ്റോറി. ഇപ്പോൾ കുറേ പേര് നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ കുറേ ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഐ തിങ്ക് നമ്മുടെ ഓരോ റീഡിങ്ങും ഐ തിങ്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഓരോ ദിവസത്തെയും കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മറിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ ഇവിടെ ഹിഡൻ ഉണ്ട്. ഫോർ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ നോ കോണ്ടാക്ട് ആയിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് സംസാരം ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവായിരിക്കും. ഓക്കെ, വളരെ കുറവ്. അവർ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ, ഫീലിങ്സ് പറയാതെ, എക്സ്പ്രസ് ചെയ്യാതെ, ഇവിടെ ഒരു തരം നിങ്ങൾ തമ്മിലൊരു ടോട്ടൽ ബ്രേക്ക് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഒന്ന് മാറി നിൽക്കുന്നുണ്ട്, മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ പോകുന്നുണ്ട്. സോറി, ഒരു മിനിറ്റ് ഉണ്ട്. ഓക്കെ, സോറി, എനിക്കൊരു തുമ്മൽ ഇവിടെ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞ പോലെ സെപ്പറേഷൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ സൈലൻ്റ് ആണെന്ന് പറയാം. എനിക്ക് അവർ ഇമോഷണലായിട്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്ന് പറയാം, മെമ്മറീസിലിരിക്കുന്നുണ്ട് എന്ന് പറയാം, ഒരു വിഷമത്തിലിരിക്കുന്നു എന്ന് പറയാം, ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവരിപ്പോൾ. ഓക്കെ, ആൻഡ് അവർ നിങ്ങളുടെ അടുത്ത് പക്ഷെ ഒന്നും പറയുന്നില്ല, സൈലൻ്റ് ആണ്, അധികം സംസാരത്തിന് വരുന്നില്ല. ഓക്കെ, ഒരു സ്പേസ് വെച്ച് ഇരിക്കുകയാണ്. അവർ റെസ്റ്റ് എടുക്കുന്ന പോലെയാണ്. റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവർ തൽക്കാലം ഒരു ഇതിൽ മുന്നോട്ട് എന്തെങ്കിലും ചെയ്യാൻ എന്താ പറ്റുക എന്ന രീതിക്ക് ഒരു ചിന്തയായിരിക്കാം. ഓക്കെ, മൂൺ കാർഡ് ഇവിടെ ഉണ്ട്. വളരെ ഇമോഷണലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു എനർജി. പലതും അവർ നിങ്ങളുടെ അടുത്ത് മറിച്ചിട്ടുണ്ടാവും, അതൊരു കാര്യം. ഓക്കെ, അത് അവരുടെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. ആൻഡ് അവർക്കൊരു വിഷമം എന്ന രീതിയിലും പറയാം. ഓക്കെ, ആൻഡ് പ്രിൻസസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ആദ്യം തന്നെ. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഒരു ഓഫറുമായിട്ട് വരുന്ന പോലെ. ഓക്കെ, ഒരു ഓഫറുമായിട്ട് വരുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരുന്ന പോലെ എന്ന രീതിക്ക് പറയാം. പക്ഷെ അതൊരു സ്ലോ എനർജി ആണെന്നാണ് പറയുക സാധാരണ. പ്രിൻസസ് ഓഫ് പെൻറ്റിക്കിൾസ്, കിങ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ പേജ് ഓഫ് പെൻറ്റിക്കിൾസും ആവാം. ഓക്കെ, അതൊരു സ്റ്റാർട്ടിങ്, അതായത് വീണ്ടും അവർ നിങ്ങളുടെ അടുത്തൊരു റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു സോറി പറഞ്ഞു വരില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ്, ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ എടുക്കാം. കമ്മ്യൂണിക്കേഷൻ അല്ല, മെയിൻലി ഇവിടെ നമുക്ക് കുറച്ചുകൂടി കമ്മിറ്റഡ് ആയ രീതിയിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റോടെ വരിക. അതായത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരിക, കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാൻ വരിക. ഓക്കെ, എന്തെങ്കിലും ഒരു ഓഫറുമായിട്ട് വരുന്ന രീതിക്കാണ്. പക്ഷേ സ്ലോ എനർജിയാണ്, മെല്ലെ വരുള്ളൂ. ഓക്കെ, സമയം എടുത്തിട്ട് അവർ ആലോചിക്കുന്നുണ്ട് എന്ന് പറയാം. ടു ഓഫ് സോൾസ് ആണ്, കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ. ഓക്കെ, അവരുടെ മൈൻഡിൽ വളരെയധികം, ആൻഡ് ഹാങ്മാനും ഉണ്ട്. സോ അവർ സ്റ്റക്കായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്താ വേണ്ടത് എന്നുള്ള ഒരു ആലോചനയാണ്, ഒരു തീരുമാനം അവരെടുക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ, കമ്മിറ്റ്മെൻ്റ് ആയിട്ട്. അതായത് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എൻഗേജ്മെന്റ്, മാരേജ് അങ്ങനെ ആ രീതിക്ക് എടുക്കണ്ട. ജസ്റ്റ് നിങ്ങളോടുള്ള ഒരു ആത്മാർത്ഥത എന്ന് പറയില്ലേ, നിങ്ങളെ ചൂസ് ചെയ്യുന്ന തരത്തിൽ. ഇതൊരു ചൂസിങ്ങിൻ്റെ കാർഡ് കൂടിയാണ്. ടു ഓഫ് സോഡ്സ് പറയുമ്പോൾ രണ്ട് കാര്യത്തിലൊരു ചൂസിങ് മേ ബി. ആൻഡ് ഇവിടെ പ്രിൻസസ് ഓഫ് സോഡ്സ് ഉണ്ട്. ഇത്
ചിലവർക്ക് ഇവിടെ തേർഡ് പാർട്ടി എനർജി ഉണ്ട്, ക്വീൻ ഓഫ് സോർട്സ് ഉണ്ട്, നിങ്ങളുടെ ഇടയിൽ തടസ്സങ്ങൾ ഉണ്ടെന്ന് പറയാം. എനിക്ക് തടസ്സം ഒരു തേർഡ് പാർട്ടി എനർജിയാണ്, തേർഡ് പാർട്ടി എനർജി എന്ന രീതിക്ക് പറയാം. അത് ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറെ ആരെങ്കിലും തേർഡ് പാർട്ടി ഉണ്ട് എന്ന രീതിക്ക് നിങ്ങൾ എടുത്തോളൂ. ചിലവർക്ക് അതുണ്ട്. ഓക്കെ, അല്ലാത്തവർക്ക് അവർക്ക് വേറെ കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയാം. അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ പറയാം. ചീറ്റിംഗ് എനർജിയാണ് വീണ്ടും. ഓക്കെ, 7 ഓഫ് സോർട്സ് എന്ന് ഞാൻ പറയാം. ഓക്കെ, നമ്മുടെ ഇവിടെ എത്തിയ ഓക്കെ ഹാങ് മാൻ എന്ന് പറയുമ്പോൾ അവർ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് മുന്നോട്ട് ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. മേ ബി അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു പേടി കാണുന്നുണ്ട്. നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സൈലന്റ് ആണ്, നിങ്ങളുടെ അടുത്തൊന്നും പറയുന്നില്ല, ഇമോഷണൽ ആയിട്ട് ഇരിക്കുന്നുണ്ട്, അവരൊന്നും പറയുന്നില്ല. മേ ബി നിങ്ങളും ഒന്നും സംസാരിക്കുന്നുണ്ടാവില്ല. നിങ്ങളും നിങ്ങളുടെ മൈൻഡിലും പലതും മറച്ചു വെച്ച് നിങ്ങളും മിണ്ടാതിരിക്കുകയായിരിക്കും. എന്താണോ നിങ്ങളുടെ മൈൻഡിൽ നടക്കുന്നത് അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, ഐ തിങ്ക് നിങ്ങളും അങ്ങനെ എല്ലാം മനസ്സിനുള്ളിൽ വെച്ചിരിക്കലായിരിക്കും. അപ്പോൾ അവര് നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവില്ല. അപ്പോൾ അവർ ആലോചിക്കുന്നുണ്ട് എന്താണ് ഈ വ്യക്തിയുടെ മനസ്സിൽ, എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാനും നിങ്ങളുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന്. ഓക്കെ, അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് ആഗ്രഹമുണ്ട്, മുന്നോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു പേടി, മടി എന്നൊക്കെ പറയാം. ഞാനിവിടെ 8 ഓഫ് കപ്സ്, അവർ നിങ്ങളെ വിട്ടു പോയതാണ്, അവരായിരിക്കും നിങ്ങളെ വിട്ടുപോയത്. ഓക്കെ, അപ്പം എങ്ങനെ തിരിച്ചു വരും എന്നുള്ള ഒരു ചിന്തയാണ്. ഓക്കെ, അവരായിട്ട് വിട്ടുപോയതാണെങ്കിൽ എങ്ങനെ തിരിച്ചു വരും എന്നുള്ളൊരു ചിന്ത. അല്ല നിങ്ങൾ വിട്ടുപോയതാണെങ്കിൽ നിങ്ങളുടെ പിന്നാലെ വരാനുള്ള ഒരു മടി. ഓക്കെ, അതായത് ഈഗോ എന്ന് പറയാം, അല്ലെങ്കിൽ അവർക്കൊരു പേടി, നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യോ എന്നുള്ളൊരു പേടിയായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും അവരെ പറയോ, ചീത്ത പറഞ്ഞ പോലെ, ലൈക്ക് മീൻസ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യോ, അതോ നിങ്ങൾ എതിർത്ത് വല്ലതും പറയോ എന്ന രീതിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട് അവർക്ക്. ഓക്കെ, അതും പറയാം. ആൻഡ് സ്റ്റോക്കിംഗ് എനർജി പറയാം. നിങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. സൈലൻ്റ് ആയിട്ടിരുന്നാലും മാറിയിരുന്നാലും അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിലോ പോസ്റ്റോ കാര്യങ്ങളോ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുമുണ്ട്. നിങ്ങൾ വരുന്നതോ പോകുന്നതോ ഓൺലൈൻ വരുന്നതും അങ്ങനെ സ്റ്റേറ്റസ് ഇട്ടാലും അങ്ങനെയൊക്കെ അവർ വാച്ച് ചെയ്യുന്നുമുണ്ട്. കാരണം നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് നിങ്ങൾ വിട്ടുപോയതായിരിക്കും, അല്ലെങ്കിൽ അവർ വിട്ടുപോയതായിരിക്കും. രണ്ടും എനർജി പറയാം. ഓക്കെ, എന്തായാലും ഒരു സെപ്പറേഷൻ്റെ ഒരു ചെറിയൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ദേഷ്യപ്പെട്ടിട്ടോ പിണങ്ങിയിട്ടോ ബ്ലോക്ക്ഡോ, ചിലവർക്ക് അത്ര സീരിയസ് ആവാം, ചിലവർക്ക് ചെറുതായിട്ട് നിങ്ങൾ ചെറിയൊരു സെപ്പറേഷൻ വന്നായിരിക്കാം എന്തെങ്കിലും കാര്യത്തിന്. പക്ഷെ ഒരു ചീറ്റിങ്ങിൻ്റെ എനർജിയുടെ പുറത്താണ്. ഒരു ചീറ്റിംഗ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർ ഒന്നുമില്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കാര്യത്തിന്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ വേറെ എന്തെങ്കിലും പണത്തിൻ്റെ കാര്യമാവാം, എന്ത് കാര്യമായിക്കോട്ടെ. ഓക്കെ, എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ഒരു ചെറിയ ചീറ്റിംഗ് എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ മറിച്ച് പലതും ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, ഹിഡൻ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ചില കാര്യങ്ങൾ അവർ മനസ്സിൽ, ചില കാര്യങ്ങൾ അവർ മറിച്ചിട്ടുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ മതി. അത് നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന തരത്തിൽ അവർ നിങ്ങളെ പിന്നാലെ പോയിട്ട് അവർ ചിലത് ചെയ്തു എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഒരു എനർജിയാണ്. ആൻഡ് ഡെത്ത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഇവിടെ സെപ്പറേഷൻ എൻഡിങ് എന്ന രീതിക്കാണ്. പക്ഷേ ഇവിടെ വേറെ തരത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നത്, അവർ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ട്, അവർ വേറെ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു, 2 സിറ്റുവേഷൻ അവരുടെ ലൈഫിലുണ്ടായിരുന്നു, അവർ വേറെ ആരെങ്കിലും ചൂസ് ചെയ്തു, നിങ്ങളുടെ അടുത്ത് മാറിപ്പോയി എന്തെങ്കിലും, അല്ലെങ്കിൽ അവർ ചീറ്റിംഗ് ചെയ്തു എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ എനിക്ക് വേറെ ഒരു എനർജി വരുന്നത്, ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ അത് പറയാതിരിക്കാൻ നിർത്തില്ല. ഡെത്ത് എന്ന് കാണുന്നത് ഈ സിറ്റുവേഷൻ്റെ ഡെത്ത് ആയിരിക്കും, എൻഡിങ്. അതായത് ആ ചീറ്റിങ്ങിനെ എൻഡ് ചെയ്യണം എന്നാണ് അവർ ആലോചിക്കുന്നത്. ഓക്കെ, അവരുടെ മനസ്സിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്ത് വേറെ തേർഡ് പാർട്ടി ചൂസ് ചെയ്ത് പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ഒരു എനർജി ഉണ്ടെങ്കിൽ അതിനെ അവർ എൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവർ വേറെ ഒരു ലൈക്ക് ആ സിറ്റുവേഷൻ്റെ എൻഡിങ് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് എന്തെങ്കിലും പറയാതിരുന്നുണ്ടെങ്കിൽ, മറിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് അവർ മാറ്റാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഡെത്താണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അവരെന്ത് സിറ്റുവേഷൻ ലൈക്ക് നിങ്ങളുടെ അടുത്ത് മറിച്ചതോ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ എൻഡ് ചെയ്ത് നിങ്ങൾ തമ്മിൽ ബാലൻസ് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടും നിങ്ങൾ തമ്മിൽ ഒരു ബാലൻസ് വന്ന് ഒരു കാര്യങ്ങൾ സംസാരിച്ച് വ്യക്തമായ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വന്ന് കോംപ്രമൈസിലേക്ക് വരിക എന്ന രീതിക്കൊക്കെ പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടെങ്കിൽ കോംപ്രമൈസിലേക്ക് വരിക എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരിക, ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് വരിക എന്ന രീതിക്കാണ് കാണുന്നത്. പോസിറ്റീവായിട്ട് ഞാൻ പറയാൻ റീസൺ ഇവിടെ ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. സോ ഇവിടെ കാലം മാറി വരികയാണ്. ഓക്കെ, അവർ നിങ്ങളെ മുൻപ് ചീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ വേറെ തേർഡ് പാർട്ടീസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ വല്ലതൊക്കെ അവരുടെ എനർജിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരിപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന രീതിക്കാണ് അവരെ മനസ്സിൽ.
ഓക്കെ, ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സിൽ ഇന്ന് മേ ബി എന്തെങ്കിലും ഇപ്പം നടന്നിട്ടുണ്ടാവും, ഈ കുറച്ച് ദിവസം മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും, നിങ്ങൾ എന്തെങ്കിലും അവരെ ചീറ്റിംഗ് കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ അവരെ ചീറ്റിംഗ് കണ്ടുപിടിച്ചിട്ടുണ്ടാവാം, ആ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ പക്ഷേ സമയം തിരിഞ്ഞു വരികയാണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് ഒരു കമ്മിറ്റ്മെൻറ്റോടെ നിന്ന് നിങ്ങൾ തമ്മിൽ ഒരു സമയം മാറി വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഏസ് ഓഫ് പെന്റിക്കിൾസ് നമ്മളൊരു വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന രീതിക്ക് എടുക്കാം സമയം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയും നേരം പറഞ്ഞത് നെഗറ്റീവ് കാര്യങ്ങൾ, അതായത് അവർ ചെയ്ത നെഗറ്റീവ് കാര്യങ്ങൾ, അവർ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ അവർ നിങ്ങളെ ചൂസ് ചെയ്തില്ല, തേർഡ് പാർട്ടി എന്ത് തന്നെ എനർജി ആയാലും ശരി, അവരെന്തെങ്കിലും സ്റ്റക്ക് ആയിരുന്നെങ്കിൽ ആ സ്റ്റക്ക് എനർജി മാറിയിട്ട് അവർ മുന്നോട്ട് വരും എന്ന് പറയാം. ഡെത്ത് ആൻഡ് റീബർത്ത് എന്നാണ് പറയാം. അപ്പോൾ നമ്മളിവിടെ ഒരു എൻഡിങ് ഓഫ് ദിസ് വൺ. ഓക്കെ, എൻഡിങ് ഓഫ് ദ ചീറ്റിംഗ്. ഓക്കെ, ആ ഒരു ചീറ്റിംഗ് ഫേസ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയാം. ഓക്കെ, ഒരു റീബർത്ത് എന്ന് പറയാം നമുക്ക്. അവർ അതിൽ നിന്ന് മാറിയിട്ട് അവർ പോസിറ്റിവിറ്റിയിലേക്കാണ് വരുന്നത്, അവർ ഒരു ബാലൻസ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവർക്ക് അപ്രോച്ച് ചെയ്യാൻ ഒരു ചെറിയ പേടിയുണ്ട്. ഞാൻ പറഞ്ഞു, അവർ നിങ്ങളെ കരം ചതിച്ചിട്ടുണ്ട്, ചീറ്റ് ചെയ്തിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തേർഡ് പാർട്ടിയുടെ ഒരു എനർജിയും ഉണ്ട്. Queen of Wands. യെസ്, നിങ്ങളോട് അവർക്ക് അട്രാക്ഷൻ, യെസ്, നിങ്ങളെ മിസ് ചെയ്യാണ് അവർ. ഓക്കെ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട്. ഓക്കെ, നിങ്ങളോട് അവർക്ക് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന രീതിക്ക് ആഗ്രഹമുണ്ട്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ, തേർഡ് പാർട്ടി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റ് അവർ ചെയ്തു എന്നവർക്കറിയാം. ഓക്കെ, ആ തെറ്റ് ചെയ്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ മുമ്പിൽ വരാൻ സാധിക്കാത്തത്. ഓക്കെ, അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അവർ തെറ്റ് ചെയ്തു എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു റിഗ്രറ്റ് അവരുടെ മനസ്സിലുണ്ട് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു അഗെയിൻ കമ്മിറ്റ്മെൻ്റ് കാര്യമാണ്. കിങ് ഓഫ് പെന്റിക്കിൾസ്, ക്വീൻ ഓഫ് വാൻസ്, നിങ്ങളോട് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ വളരെ അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ആൻഡ് 6 ഓഫ് കപ്സ് നിങ്ങളെ മിസ്സിങ് എനർജിയാണ്. 10 ഓഫ് കപ്സ് ഒക്കെ ഉണ്ട് ഇവിടെ, ബോട്ടം വളരെ നല്ലതാണ്. ഓക്കെ, 10 ഓഫ് കപ്സും 6 ഓഫ് കപ്സും ഒക്കെയാണ്, നിങ്ങളെ മിസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ഐ തിങ്ക് നിങ്ങൾ സൈലൻ്റ് ആയിട്ടുണ്ട്, നിങ്ങളത് അവരെ പിന്നാലെ ചേസ് ചെയ്ത് പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ വളരെ സ്വന്തം കാര്യം നോക്കി നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ വ്യത്യാസമാണ് നിങ്ങളുടെ പേഴ്സണിന് അവരിപ്പോൾ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന ഒരു റീസ്റ്റാർട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അഗെയിൻ ഇവിടെ ഫസ്റ്റ് കാർഡ് നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫറുമായിട്ടോ ഒരു മെസ്സേജോ ആയിട്ടോ വരാനുള്ള ഒരു സാധ്യതയാണ്. ഓക്കെ, സോ 5 ഓഫ് സോർഡ്സ്, 5 ഓഫ് പെന്റിക്കിൾസ്, മജീഷ്യൻ, Queen of Wands. Yes, again same card. King of Swords, High Priestess, 9 of Cups. ഇവിടെ കാണുന്നത് അവർക്ക് റിഗ്രറ്റ് ആണ്. ഓക്കെ, 5 ഓഫ് സോർഡ്സ്, നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ വന്നു. ഓക്കെ, അതിൻ്റെ റിഗ്രറ്റ് അവർക്കുണ്ട് നല്ലോണം. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്, അതായത് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പം നിങ്ങളെ നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് ഇപ്പം അവർക്ക് നിങ്ങളെ തിരിച്ച് കിട്ടാൻ നോക്കുകയാണ്, അവർ കിട്ടാൻ ശ്രമിക്കുകയാണ്. മജീഷ്യൻ, ഇപ്പം അവർ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ എങ്ങനെയെങ്കിലും തിരിച്ചു വേണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീസ്റ്റാർട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ കറണ്ട് ഫീലിങ്സിൽ അവർ റിഗ്രറ്റിലിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങളോട് സൈലൻ്റ് ആണെങ്കിൽ അങ്ങോട്ട് പോകണ്ട, പിന്നാലെ പോകണ്ട. ഓക്കെ, അവർ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ മറുപടി കൊടുക്കണമെങ്കിൽ പറ്റുന്നത്ര കൊടുക്കുക. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകാതിരിക്കുക. ഓക്കെ, അവർക്ക് സമയം കൊടുക്കുക. അവർ റിഗ്രറ്റിലിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നുണ്ടായാലും നല്ല കാര്യം. അവർ സമയം മാറി വരട്ടെ. ഓക്കെ, അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ തിരിച്ച് വേണം എന്ന രീതിക്ക് അവരുടെ മനസ്സിലൊരാഗ്രഹമുണ്ട്. മജീഷ്യൻ കാർഡ് കണ്ടിരുന്നു നമ്മൾ. ഓക്കെ, സോ ലെറ്റ്സ് സീ പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ്. യെസ്, ഓക്കെ, ഗുഡ്. മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ആൻഡ് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ്, പവർ, പ്രോസ്പെരിറ്റി ബിഗിൻസ്. ഗുഡ്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഞാൻ പറയാം. ഓക്കെ, ലെറ്റ്സ് സീ. ചോയ്സസ്, മൂവ്മെന്റ്, ഡിസിഷൻ, ഹാർമണി, ഡിസ്റപ്ഷൻ ആൻഡ് ഹാർമണി. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ബ്രേക്ക് ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ബ്രേക്കാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ചൊരു ഹാർമണി വരുന്നു എന്നാണ്. ഇത് 2 ഓഫ് കപ്സ് എനർജി ആയിട്ട് നമുക്ക് എടുക്കാം, 6 ഓഫ് കപ്സ് എനർജി ആയിട്ട് എടുക്കാം. നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങൾ തമ്മിൽ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും. 6 ഓഫ് സോർഡ്സ് എനർജിയും പറയാം, നിങ്ങൾ തമ്മിൽ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും എന്ന രീതിയിൽ ഒരു കാർഡ് കണ്ടാൽ തന്നെ അറിയാം അല്ലേ. റിയൂണിയൻ്റെ കാർഡാണ്. സോ റിയൂണിയൻ, റീബർത്ത് നിങ്ങൾ തമ്മിൽ വരും. ഓക്കെ, ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ്, നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് തീർച്ചയായിട്ടും ഇവിടെ റിഗ്രറ്റ് ഉണ്ട്. ഓക്കെ, അവർക്ക് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ്
അവരും ആക്ച്വലി ഓക്കെ അങ്ങനെയും പറയാം, അവരും ബ്രോക്കൺ ആയിട്ടുണ്ട്. അവർക്ക് നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ വേറെ തേർഡ് പാർട്ടി ചൂസ് ചെയ്ത് പോയി, എന്ത് തന്നെ ആയാലും ശരി. ആൻഡ് നിങ്ങൾ വിട്ട് മാറി നിൽക്കുമ്പോൾ അവർക്കും വിഷമമുണ്ട് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് വീണ്ടും സെയിം കാർഡ്, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കണക്ഷൻ റീബിൽഡ് ആവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ റീയൂണിയൻ എന്ന രീതിക്ക് കാണുന്നുണ്ട്. ആൻഡ് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി. ഓക്കെ, ഇത് മേ ബി നിങ്ങളുടെ കാർഡായിരിക്കാം. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കുറേ പ്രോസ്പെരിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ആൻഡ് പ്രോസ്പെരിറ്റി ബിഗിൻസ് ഉണ്ട്. നിങ്ങൾ ഒന്നിച്ചും ആക്ച്വലി യെസ് നല്ലത് വരേണ്ടതാണ്. കാരണം രണ്ട് കാർഡും ഒരേപോലെയാണ്, കയ്യെ പിടിച്ച് നിൽക്കുന്നത് തന്നെയാണ്. സോ എവിടെയോ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചാൽ മേ ബി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അതായത് നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ. യെസ്, എനിക്കത് തോന്നി. ഓക്കെ, മേ ബി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അതായത് നിങ്ങൾ അവരെ ലക്കാണെന്ന്. ഓക്കെ, നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ഒരു ലക്കായിട്ട് അവർക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ ലക്കി ആയിരുന്നു അവർക്ക് എന്നായിരിക്കാം. ഓക്കെ, ആൻഡ് 1 ആണ്. സോ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുമ്പോൾ അവർക്ക് വളരെ നല്ലതായിരിക്കും. അവർക്ക് മാത്രമല്ല, ഐ തിങ്ക് ഇത് നിങ്ങൾ തമ്മിലും നല്ലതാണ്. ഓക്കെ, മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾ വളരെയധികം സ്പിരിച്വൽ ആയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ സ്വന്തം കാര്യങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് എന്നാണ് നിങ്ങൾ തമ്മിൽ. ഇതൊരു ഫാമിലി കാർഡ് പോലെയാണ്. 4 of Wands നമ്മുടെ മാരേജ് കാർഡാണ്, ഫാമിലി കാർഡാണ്, വീട്, ഫാമിലി, സ്റ്റെബിലിറ്റി, മാരേജ്. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ അങ്ങനെ വരുന്നുണ്ട്. ഫൗണ്ടേഷൻ ബെറ്റർ ആവും. ഓക്കെ, ആക്ച്വലി ചില തകർച്ചകൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ചില തകർച്ചകൾ ആവശ്യമാണ്. ഓക്കെ, അങ്ങനെ തകർച്ചകൾ വരുമ്പോഴാണ് നമുക്ക് ചിലത് മനസ്സിലാക്കാനും പിന്നീട് അത് റീബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഫൗണ്ടേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരവസരമാണ് അല്ലേ. സോ അങ്ങനെ ഒരു കാര്യം ഇവിടെ പറയാം നമുക്ക്. ആൻഡ് നിങ്ങൾ തമ്മിൽ വീണ്ടും റീബിൽഡ് ആയിട്ട് വളരെ നല്ലൊരു ഇതാണ് വരുന്നത്. പവർ ഉണ്ട്. ആക്ച്വലി നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ ഒരു പവർ എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. എനിവേ സ്റ്റെബിലിറ്റി വരും. ഇതിൽ 8 ആണ് നമ്പർ. സോ ഇൻഫിനിറ്റി, സ്റ്റെബിലിറ്റി. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സ്റ്റെബിലിറ്റി വരുമെന്ന് പറയാം. ഓക്കെ, ആൻഡ് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളിപ്പോൾ തന്നെ വിട്ടുകൊടുക്കണ്ട. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളൊന്ന് അവനവന് വേണ്ടി ഒന്ന് ഫൈറ്റ് ചെയ്യാം. ഓക്കെ, അവരെ തെറ്റ് അവരെ റിയലൈസ് ചെയ്യിപ്പിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല പറയാം. പക്ഷെ ഒരുപാട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോയിട്ടും കാര്യമില്ല. പക്ഷെ നിങ്ങളൊരല്പം എങ്ങനെയാണ് ഞാനത് പറഞ്ഞുതരാമെന്നാണ് ആലോചിക്കുകയാണ്. കുറച്ചൊന്ന് നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങളൊന്ന് ഫൈറ്റ് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് നിങ്ങൾ സിറ്റുവേഷൻ നിങ്ങളുടെ ഇനി മുൻപിലേക്ക്, ഓക്കെ അങ്ങനെ പറയാം, ഇനി മുന്നിലേക്ക് വരുന്ന കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ തമ്മിലുള്ളത് എന്തായിരിക്കണം എന്ന് നിങ്ങൾ ഒരു സ്റ്റാൻഡ് നിങ്ങളെടുത്ത് നിൽക്കാം. ഓക്കെ, എൻ്റെ അടുത്ത് കറക്റ്റായിട്ട് വന്നാൽ മാത്രം, ഓക്കെ എൻ്റെ അടുത്ത് കറക്റ്റ് രീതിയിൽ നിങ്ങൾ മുന്നോട്ട് വന്നാൽ മാത്രം നമ്മൾ മുന്നോട്ട് പോകുള്ളൂ എന്ന രീതിക്ക് നിങ്ങൾ നിൽക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസാണ്. മൂവ്മെൻറ്റ്, ചോയ്സസ്, ഡിസിഷൻ. നിങ്ങളുടെ പേഴ്സണൽ ഒരു ഡിസിഷൻ എടുത്ത് വരും എന്നാണ് കാണുന്നത്. അവരൊരു തീരുമാനം എടുത്ത് വരും. ഓക്കെ, ചിലവർക്ക് യാത്രയുടെ കാര്യമായിരിക്കാം. മൂവ്മെൻറ്റിനെ കുറിച്ച് ആയിരിക്കും ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി യാത്ര പോകുന്നതായിരിക്കാം, നിങ്ങൾ സ്ഥലം മാറുന്നതായിരിക്കാം, എന്തെങ്കിലും ജോലി മാറുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇത് 2 of Wands ആണ്. ഒരു ചോയ്സ് എടുക്കാനുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ആ ചോയ്സ് എടുത്തത് അവർ വരുമെന്നും ആണ് കാണുന്നത്. അവരൊരു തീരുമാനം എടുക്കും. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരണോ അതോ വേറെ എന്തെങ്കിലും ചോയ്സ് ഉണ്ടോ എന്നാൽ അതിൽ നിന്ന് അവരൊരു ചോയ്സ് എടുത്ത് നിങ്ങളുമായിട്ട്. പക്ഷേ ഇത് അവർ തിരിച്ച് വരുമ്പോൾ നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയണം. എങ്ങനെയായിരിക്കണം ഇനി മുന്നോട്ട് എന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാം. ഓക്കെ, അതിന് നിങ്ങൾ ഉറച്ച് നിൽക്കുകയും ചെയ്യാം. ഓക്കെ, സോ 7 of Wandsന്റെ കാർഡാണിത്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. ഓക്കെ, നിങ്ങൾ വിട്ടുകൊടുക്കണ്ട. ഓക്കെ, നിങ്ങൾ ഒരിക്കലും അവർക്ക് ഇനി ഒരിക്കലും അവർക്ക് വിട്ടുകൊടുക്കരുത്. മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ മാത്രം തിരിച്ച് വന്നാൽ മതി എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ചെയ്ത് നിങ്ങൾ നിൽക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ല റിസൾട്ടായിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കുക. എന്തായാലും നമുക്ക് ഇവിടെ ഒരു റീബർത്ത് ആണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോടുള്ള റിഗ്രറ്റ് ഉണ്ട്, നിങ്ങളെ ഹേർട്ട് ചെയ്ത റിഗ്രറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. നമുക്ക് നല്ല റിസൾട്ടായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.